ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവർ ഈ ഒരു സമയം നിങ്ങളോട് എന്തെങ്കിലും തുറന്നു പറയണം, അതായത് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ഇമോഷൻസ് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിരുന്ന ഒരു വ്യക്തികളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ നിങ്ങളോട് തുറന്നു പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് ഓർത്തുകൊണ്ടേയിരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഡെത്ത് ആൻഡ് റീബർത്ത്, ക്യൂൻ ഓഫ് കോയിൻസ്, ചാരിയറ്റ്, Page of Cups, Knight of Cups, Hanged Man, Two of Wands, Hermit Energy, Four of Swords, Two of Cups, Three of Cups, Four of Coins, Ten of Cups, Five of Wands, Justice, Ten of Swords, Six of Cups, Moon Energy. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന മജീഷ്യൻ ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇമോഷൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാതെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ കൂടുതലായിട്ട് നിങ്ങളോട് തുറന്ന് പറയാതെ ഒരു ഹൈഡിങ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ എനർജിയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നോ കോണ്ടാക്ട് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പൊ ഏത് സാഹചര്യം ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ എനർജിയാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത് തന്നെ അതേപോലെ തന്നെയാണ്. ചാരിയറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവർ ഇമോഷൻസ് കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തുറന്ന് പറയാതിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. ഇവർ ഇവരുടേതായ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവർക്ക് ഇവരുടേതായ ഒരു സ്പേസ് വേണം, അല്ലെങ്കിൽ ഇവരുടെ സ്പേസിൽ ആരും കയറരുത് എന്നൊക്കെ ചിന്തിക്കുന്നവർ. എന്നാൽ നിങ്ങളുടെ സ്പേസിലേക്ക് ഇവർ കയറുന്നുണ്ടായിരിക്കാം, പക്ഷെ ഇവരുടെ കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് കയറി കഴിയുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം കൊണ്ടിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ചിലപ്പോൾ അകൽച്ചകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കൂടുതലായിട്ട് അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊരു ഇറിറ്റേഷൻ തോന്നുന്നു എന്നുള്ള രീതിക്ക് നിങ്ങൾ പോകുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പൊ ഈ ഒരു വ്യക്തി തീർച്ചയായും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ എനർജിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും ഇവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല, കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും നിങ്ങളെ പൂർണ്ണമായിട്ടും വിട്ട് കളയാനായിട്ട് ആഗ്രഹിക്കാത്തവരാണ്. ഇവരുടെ ലൈഫിൽ ഇവർ കുറച്ചധികം സ്റ്റക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു ഫിയർ ഇവരെ ബാക്കിലേക്ക് വലിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഭയം അവരെ ഇങ്ങനെ കീഴ്പ്പെടുത്തുന്ന ഒരു അവസ്ഥ. ഇവര് വളരെയധികം ഒരു പെയിൻഫുൾ ആയ സാഹചര്യങ്ങളിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു വേദനകളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാം.
ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് വ്യക്തികളായിട്ടാവാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സാഹചര്യങ്ങൾ കാരണങ്ങളാവാൻ സാധ്യതകളുണ്ട്. ഇവിടെ ജസ്റ്റിസ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നില്ല. നീതിപൂർവ്വം നിങ്ങളോട് പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ചില സാഹചര്യം കൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ അതിൽ അവർക്ക് തന്നെ സ്വയം ഒരു കുറ്റബോധമൊക്കെ ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സ്വന്തം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ പോലും ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊരു കുറ്റബോധം, താൻ ചെയ്യുന്നത് തെറ്റാണോ എന്നവർ മാറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത അവരിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ എനർജിയിലേക്ക് പൂർണ്ണമായും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. കാരണം നിങ്ങൾ ഇപ്പോൾ സൈലന്റ് ആയിരിക്കാം ഒരു പക്ഷേ. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ പഴയ പോലെ ഒരുപാട് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. ഉള്ളിന്റെ ഉള്ളുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും അതിൻ്റെതായ ദേഷ്യം ഉണ്ടായിരിക്കും, പരിഭവം ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ഒരുപാട് ചോദിക്കുന്നുണ്ടാവില്ല. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. ചിലപ്പോൾ ബ്രേക്കപ്പ് എനർജിയിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും അവരിൽ നിന്ന് വിട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ്, അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള ഒരു ജേർണി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവർക്ക് അറിയാം. ആ ഒരു ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് ചിന്തകളും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ചിലവർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ചിലവർക്ക് ഒരു ചീറ്റിംഗ് മെന്റാലിറ്റി ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് വരാനും സാധ്യതകളുണ്ട്. പക്ഷെ അത് നിങ്ങളോട് ഒരു പക്ഷേ തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു ക്ലാരിറ്റി, കാരണം ഈ ഒരു ചീറ്റിംഗ് ഇവിടെ ഹൈഡിങ് ഉണ്ടെങ്കിൽ പോലും അതിൽ നിങ്ങളുടെ പേഴ്സൺ സ്ട്രഗിൾ ചെയ്യുന്ന എനർജിയാണ്. എന്ന് വെച്ചാൽ അവർ ഒരു കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന സാഹചര്യമല്ല. നിങ്ങളോട് തുറന്നു പറയാതെ അവർ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു മറച്ചു വെക്കുന്ന കാര്യങ്ങളിൽ അവർ ആനന്ദം കണ്ടെത്തുന്ന ഒരു സ്റ്റേജ് ആയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളോട് തുറന്നു പറയണം എന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളൊരു ഭയമാണ് വരുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ 5 ഓഫ് wands ആണ്. അപ്പൊ വീണ്ടും അതൊക്കെ റിപ്പീറ്റ് ചെയ്യുമോ എന്നൊരു ഫിയർ ഇവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആ ഒരു ഫിയർ കാരണം ഇവർ മറച്ചു വെച്ച് അതിപ്പോ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ അതെല്ലാം എത്ര റിസ്ക് എടുത്ത് നിങ്ങളോടൊന്ന് തുറന്നു പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക്, ഇവിടെ വന്നിരിക്കുന്നത് തന്നെ 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ആ ഒരു പഴയ ബോണ്ടിങ്ങിലേക്കൊക്കെ ഒരു പക്ഷേ കൊണ്ടുപോകാനായിട്ട് വീണ്ടും ബന്ധത്തെ സാധിക്കും, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കും എന്നുള്ളൊരു അവരുടെ വിശ്വാസം. മാത്രല്ല നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് എത്രത്തോളം ആത്മാർത്ഥമായ ഒരു സ്നേഹമാണ് ഉള്ളത് എന്നുള്ളത് ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ കംഫർട്ട് സോണിൽ മാത്രം നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോയ ഒരു ബന്ധമായിരുന്നു ഇത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയം അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുകയും, ഇവിടെയാണെങ്കിൽ ലവേഴ്സ് എനർജി കിട്ടിയിട്ടുണ്ട്, അത്രയധികം നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു അടുപ്പം നിങ്ങളുടെ പേഴ്സണ് തോന്നുകയും ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നീതിപൂർവ്വം ഈ ഒരു ബന്ധത്തിൽ ഒരു വിജയം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. നമുക്കിവിടെ ഓരോ സ്പ്രെഡുകളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഡെത്ത് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ അവസാനം, അതാണ് ആ ഒരു ഡെത്ത് അല്ലെങ്കിൽ മരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്നും ഒരു റീബർത്ത്, ഒരു പുനർജന്മം, അതായത് നിങ്ങളുടെ ബന്ധത്തിന്റെ ന്യൂ ബിഗിനിങ്. ആ ഒരു ന്യൂ ബിഗിനിങ് നടത്തണം എന്നുണ്ടെങ്കിൽ ഇവര് തന്നെ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അവർ എഫേർട്ട് എടുത്ത് നടത്താനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചധികം സ്റ്റക്ക് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ചിന്തിക്കുന്നുണ്ടെങ്കിലും അവർക്കൊരു ഫിയർ അവരെ ബാക്കിലേക്ക് വലിക്കുകയാണ്, ഒരു സ്റ്റക്നെസ് ഇവിടെ വരുന്നുണ്ട്. ഓൾറെഡി നിങ്ങളെ വിട്ടു പോകരുത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം. മറു സൈഡിൽ ഇവർ എന്തൊക്കെയോ കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ എല്ലാം കൂടെ ഈ ഒരു പേഴ്സന്റെ എനർജി പറയുകയാണെങ്കിൽ വളരെയധികം ഡൗൺ സ്റ്റേജിലാണ് ഇവർ നിൽക്കുന്നത്. ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് നീതി നൽകിയില്ല, അല്ലെങ്കിൽ നീതിപൂർവ്വം നിങ്ങളോട് പെരുമാറിയില്ല എന്നൊരു ചിന്തയും. ഇനിയും ഒരു പക്ഷേ ഒരുപാട് സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർണ്ണമായും അറ്റുപോകും എന്നുള്ളൊരു ഭയം ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇവർ ഇപ്പൊ ഈ ഒരു രീതിയിൽ മാറ്റി ചിന്തിക്കാനായിട്ടൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാനും എത്ര എഫേർട്ട് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും സത്യസന്ധമായ രീതിയിൽ തന്നെ നിങ്ങളോട് പെരുമാറണം എന്നൊരു ചിന്തകൾ വരുന്നതും. കാരണം ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ അവരുടെ എനർജി വളരെ ലോ ആണ്,
അതോടൊപ്പം അവർ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് പെരുമാറിയ രീതികൾ, ഒരു പക്ഷേ അവർ നേരത്തെ നിങ്ങളോട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വളരെ ക്രൂരമായ രീതിയിലൊക്കെ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ നോവിച്ചിട്ടും ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ സാഹചര്യം ഉള്ളവർ ചിലപ്പോൾ നിങ്ങൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ ഇവര് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോയ വ്യക്തികളും ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനത്തെ സാഹചര്യം ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ അവർക്ക് അതിന് കുറ്റബോധം തോന്നുന്നുണ്ട്. നിങ്ങളോട് പെരുമാറിയ രീതികളിലൊക്കെ അവർക്ക് ഒരുപാട് വേദനകളുണ്ട്. അവര് സ്വയം ഇപ്പോ ഒരു ഹീലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ അവരിൽ ഒരു മാറ്റങ്ങൾ വേണം, എല്ലാ രീതിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് വരുന്നുണ്ട്. എങ്കിലും കുറച്ചധികം സ്റ്റക്ക് ആയിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ ചിന്തിച്ചാലോചിച്ച് പ്രവർത്തിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. കുറച്ച് ടൈം കൂടി ഇങ്ങനെ പോകട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ പോകുന്നത്. ഈ ഒരു സാഹചര്യങ്ങളിലൂടെ എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥയല്ല, സാഹചര്യം മുന്നോട്ടേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, സ്റ്റക്നെസ് ആണ്. പക്ഷെ ആ ഒരു സ്റ്റക്നെസ് ഉടനെ മാറാൻ തന്നെ ഒരു സാഹചര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനെ നിൽക്കുന്ന സ്റ്റേജ് ആണെങ്കിലും ഹാങ്ഡ് മാൻ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ പോലും ഇവിടെ ഒരു റീബർത്ത് വന്നിരിക്കുന്നത് കൊണ്ടിട്ടും, അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ആണ്, കംപ്ലീറ്റ്ലി ഒരു മാറ്റങ്ങളാണ്. ഒരു ഫിയർ അവരുടെ ഉള്ളിൽ വന്നിരിക്കുന്നതുകൊണ്ട് തുറന്ന് സംസാരിക്കണം എന്നൊരു ചിന്തകൾ വരുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ വേണം എന്നുള്ളൊരു ചിന്ത. ഇവിടെ നമുക്ക് 2 ഓഫ് കപ്സ് ആണെങ്കിലും 3 ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു വൈകാരികപരമായിട്ട് നിങ്ങളിലേക്ക് കണക്ട് ആകുന്ന വ്യക്തികളാണ്. ആത്മാർത്ഥമായിട്ട് നിങ്ങളെ വേണമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയിലേക്ക് ഇവർ മാറിയിരിക്കുകയാണ്. ഇവരുടെ സ്വാർത്ഥമായ ചിന്താഗതി കൊണ്ടിട്ടോ, ഒരു സമയത്ത് ഇവർക്ക് ആ ഒരു സ്വാർത്ഥത ഉണ്ടായിരുന്നു. അവരുടെ കംഫർട്ട് സോണിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റാരുടെയും ആവശ്യം അവർക്കില്ല, അവരെല്ലാത്തിലും okay ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സ്വാർത്ഥ മനോഭാവം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു സ്വാർത്ഥതയ്ക്കൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇടിഞ്ഞില്ലാതെയായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകരുത് എന്നുള്ളത് മറ്റൊരു സാഹചര്യത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യാണ്. അപ്പൊ ആ ഒരു സ്വാർത്ഥപരമായ രീതിയിൽ സ്നേഹവും കാര്യങ്ങളും ഒന്നും കൂടുതലായിട്ട് പ്രകടിപ്പിക്കാതെ, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും തുറന്ന് പറയാതെ അവരുടെ ഇമോഷൻസ് അവരുടെ ഉള്ളിൽ കുറെ അധികം കാര്യങ്ങൾ രഹസ്യമായിട്ട് മറച്ചു വെച്ച് അങ്ങനെയൊക്കെ ചെയ്തവരാണെങ്കിൽ ഇപ്പൊ അവർ വളർന്ന് മുന്നോട്ടേക്ക് പോകാത്ത ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ നീതിപൂർവം എല്ലാ കാര്യങ്ങളും, ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായേക്കാം, പക്ഷെ എല്ലാം ഒന്ന് തുറന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു അവസാനിച്ചു പോയി അല്ലെങ്കിൽ അവസാനിക്കാറായി നിൽക്കുന്ന നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു ന്യൂ ബിഗിനിങ്. ഒരു സൈഡിൽ ഭയം, ഒരു സൈഡിൽ ആഗ്രഹം. ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പക്ഷെ എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു പരിസമാപ്തി തന്നെ ആഗ്രഹിക്കുന്നവരായിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മാറിയിരിക്കുന്നത്. ആ ഒരു പഴയ ബോണ്ടിങ് ഒക്കെ വേണമെന്നുള്ള ആഗ്രഹം അവരിലും വന്ന് ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരും മനസ്സുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഇതൊക്കെ ഒന്ന് തുറന്ന് പറയണം. അവരെന്തൊക്കെയാണോ നിങ്ങളിൽ നിന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്, ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ബന്ധമാണെങ്കിൽ പോലും ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ സാഹചര്യങ്ങൾ എന്ത് വേണമെങ്കിലും ആകാം, നിങ്ങളുടെ എനർജി വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ അത് നിങ്ങളോട് തുറന്ന് സംസാരിക്കാത്ത അല്ലെങ്കിൽ സമ്മതിക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവരതൊക്കെ നിങ്ങളോട് തുറന്നു പറഞ്ഞ് ഒരു ഫോർഗീവ്നെസ് നിങ്ങളിലേക്ക് നടത്തുക എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു ആഗ്രഹം അവരിൽ വന്നിട്ടുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ തന്നെയാണ് അവരുടെ ലൈഫിൽ വേണ്ടത് എന്നൊരു ചിന്തകളിൽ അവരിപ്പോ ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ മനസ്സ് ഇങ്ങനെ ആടി ഉലയുന്ന ഒരു സ്റ്റേജ് ആണെങ്കിലും ആ ഒരു മനോബലം നിലനിർത്തിക്കൊണ്ട് അവരുടെ ഇമോഷൻസിനെയൊക്കെ അവർ നന്നായിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാം തുറന്ന് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെ നിൽക്കുന്നവരാണ്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചിന്തിക്കുന്ന കാര്യങ്ങളിലും ഈ ഒരു തുറന്ന് പറയണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലും അവർ എന്തെങ്കിലും ഒരു മെസ്സേജസ് നിങ്ങളിലേക്ക് പാസ് ചെയ്യണമെന്ന്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് തുറന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്ന പോയിന്റ്സ്, അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ബ്രോക്കൺ, reunion, absence, reminiscing, overwhelmed, time, gossip, secrets,
മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, റിവീൽ. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഈഗോയാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആദ്യമേ തന്നെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ബ്രോക്കൺ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അകൽച്ച അവരെയും ഹൃദയത്തിൽ ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനെ വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റിയെടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് അവർക്ക് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളോട് തുറന്നു തന്നെ സമ്മതിക്കുകയാണ്. അപ്പൊ ഇമോഷൻസ് ഒന്നും ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരതൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് ഹോൾഡ് ചെയ്യാതെ ഒന്ന് ഓപ്പൺ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട്. തുറന്നൊക്കെ ഒന്ന് സംസാരിക്കണം, എല്ലാ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യണം. കാരണം റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ റീയൂണിയൻ തന്നെ ആഗ്രഹിക്കുകയാണ്. വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാനും നിങ്ങളുമായിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറി ഒരു റീയൂണിയൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ബന്ധത്തിൽ വേണം. അവരായിട്ട് തന്നെയാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള ഒരു കാരണം എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം ആദ്യമേ തന്നെ അവർ നിങ്ങളോട് തുറന്നു പറയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത ഈ ഒരു സമയം എന്ന് പറയുന്നത് ഹൃദയം ഒരുപാട് വേദനിക്കുന്ന ഒരു അവസ്ഥയാണ്. നീ എൻ്റെ കൂടെ തിരികെ വരണം എന്നുള്ള കാര്യം തുറന്നു പറയുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ ആ ഒരു ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്ന ജേർണിയിൽ ഒരുപാട് തമാശകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മെമ്മറബിൾ ആയിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യങ്ങളെല്ലാം അവരിപ്പോ റിമൈനൈസ് ചെയ്യുന്നുണ്ട്, ഓർത്തെടുക്കുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് വളരെയധികം ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. ഓവർവെൽംഡ് എന്ന് പറയുമ്പോൾ ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടി ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റിലാണ് അവർ ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങളോട് തുറന്നു പറയുന്നു. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവരുടെ എനർജി എല്ലാം കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവരുടെ ഒരു കാര്യങ്ങളിലേക്ക് അവർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും സീക്രട്ട് ആയിട്ട് അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ റിവീൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. എല്ലാ സത്യങ്ങളും ഞാൻ നിന്നോട് തുറന്നു പറയാൻ തന്നെ ആഗ്രഹിക്കുന്നു. ഒരുപാട് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരുപാട് അവസരം നീ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ആ ഒരു സമയത്ത് പ്രയോജനപ്പെടുത്തിയില്ല. എന്നാൽ ഈ ഒരു സമയത്ത് എനിക്ക് അതിലൊക്കെ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അവർ നിങ്ങളോട് പറയുന്നത്. കാരണം ഒരു സമയം നിങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അവർക്ക് അവസരങ്ങൾ തുറന്നു പറയാൻ കൊടുത്തിട്ടും ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയാതെ വന്നപ്പോൾ നിങ്ങൾ സൈലന്റ് ആയിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ തന്നെ ഈ ഒരു വ്യക്തിനെ ബ്ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇനി താല്പര്യമില്ല എന്നുള്ള രീതിക്ക് നിങ്ങളും മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് മനസ്സുകൊണ്ട് ഒരുപാട് വേദനയുണ്ട്. ഇനിയെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരം അല്ലെങ്കിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ അവരിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് നടക്കുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഇവിടെ മാനിഫെസ്റ്റേഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ഒരു സമയം ഒട്ടും കളയാതെ ആക്ഷൻ എടുക്കാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും ധൈര്യപൂർവ്വം തന്നെ തുറന്നു പറയാനായിട്ട് പോവുകയാണ്. പക്ഷെ നീ അത് എങ്ങനെ എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഭയമുണ്ട്. എങ്കിലും ഞാൻ അത് തുറന്നു പറയാൻ തയ്യാറാണ്. ഇവിടെ ഗോസിപ്പ് വന്നിരിക്കുന്നതുകൊണ്ട് അവരിപ്പോ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളും കൂടെയുണ്ട്. അതൊക്കെ ഗോസിപ്പുകളാണ്. അപ്പൊ നീ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സത്യം നിന്നിലേക്ക് വെളിപ്പെടുത്തി കഴിയുമ്പോൾ അതിന് നിനക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കും. അപ്പൊ നിനക്ക് എന്നോടുള്ള ദേഷ്യം അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിന് ഒരു മാറ്റങ്ങൾ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. എല്ലാം സീക്രട്സ് എന്ന് പറയുമ്പോൾ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തുറന്നു പറയാൻ സമ്മതിച്ചു തന്നെ നിൽക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ഈഗോ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട് ഇവർ ഒരു സമയത്ത് ഇവരുടെ ഒരു ഈഗോയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ കംഫർട്ട് സോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, അവർക്ക് അവരുടേതായ ഒരു സ്പേസ് വേണം, അവരുടേതായ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് ബന്ധത്തെ കൊണ്ടുപോകാൻ താല്പര്യമുള്ളൂ എന്നുള്ള ഒരു അവരുടെ രീതി, അതാണ് നിങ്ങളുടെ ബന്ധത്തിന്റെ കണക്ഷൻ വിട്ടുപോകാൻ കാരണമായത്. അപ്പൊ ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യുക തന്നെ വേണം. പക്ഷെ ഒരു ബന്ധത്തിനെ ബാധിക്കുന്ന രീതിയിൽ അത് വന്നു കഴിഞ്ഞാൽ അവിടെ ഈഗോ വർക്കൗട്ട് ആവുമ്പോൾ
റിലേഷൻഷിപ്പ് കട്ടായി പോകും. അത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഈഗോയാണ് ഈ ഒരു ബന്ധം ഇത്രയും പ്രശ്നങ്ങളിലേക്ക് രൂക്ഷമായി പോകാൻ കാരണം എന്നുള്ളത് അവരിവിടെ നിങ്ങളോട് സമ്മതിക്കുകയാണ്. അല്ലെങ്കിൽ അത് അവര് നിങ്ങളോട് തുറന്ന് ഏറ്റു പറയുകയാണ്. ഈ ഒരു സമയത്ത് നിന്റെ വാല്യൂ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരിലും എത്രയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. നീ എല്ലാം എന്നോട് തുറന്നു പറയും, പക്ഷെ ഞാൻ നിന്നോടൊന്നും തുറന്നു പറയില്ല. അത് എന്റെ തെറ്റാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് എന്റെ ഒരു സ്വാർത്ഥപരമായ രീതി ആയിരുന്നു എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ മിസ്റ്റേക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്വന്തം മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനിയെങ്കിലും റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡാമേജ് വന്നിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഡാമേജ് എന്ന് പറയുമ്പോൾ അവര് കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹേർട്ടായി. ഓൾറെഡി നിങ്ങൾക്ക് ഹേർട്ടായി എന്നാ ഇപ്പൊ അവരും അതേ കാരണത്താൽ തന്നെ അവര് കാരണം തന്നെ അവര് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് അവരിൽ ഇപ്പൊ ഒരു റിഗ്രറ്റ് ഫീൽ അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം കാര്യങ്ങള് എല്ലാം തോന്നുന്നുണ്ട്. ആ ഒരു തെറ്റുകളെല്ലാം തിരുത്താൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറുമാണ്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ ബന്ധത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു എനർജീസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് റിവീൽ ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. അതിൻ്റെതായ ഒരു കറക്റ്റ് ടൈം ആണ് ഇത് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അവർ നിങ്ങളോട് തുറന്നു പറയാൻ അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് പറയേണ്ടത്. അവർ ഇതൊക്കെ നിങ്ങൾ അറിയേണ്ട ഒരു സമയമാണിത്. അപ്പൊ അവര് ഒരുപാട് നിങ്ങളെ cheat ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ cheat ചെയ്തെങ്കിൽ പോലും അത് ഏറ്റു പറയാനുള്ള ഒരു മനസ്സ് അവരിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു energy അല്ലെങ്കിൽ നിങ്ങളുടെ relationship ന്റെ situation വെച്ചിട്ട് നിങ്ങൾ അതിനെ connect ചെയ്ത് നോക്കണം. നമുക്ക് എന്തായാലും ഈ ഒരു spread ൽ വന്നിരിക്കുന്ന energy യിൽ ഭയങ്കര strong ആയിട്ട് മനഃപൂർവ്വം നിങ്ങളെ cheat ചെയ്തിട്ട് കടന്നു പോകുന്ന ഒരു വ്യക്തികള് അങ്ങനത്തെ ഒരു energy അല്ല കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര പേർക്കാണ് resonate ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല. resonate ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായും ഒന്ന് comment ചെയ്യുക. കാരണം ഇവിടെ നമുക്കൊരു ഭയങ്കര ചീറ്റിംഗ് മനഃപൂർവ്വം ചതിച്ച് കടന്നു കളയുക അങ്ങനത്തെ ഒരു എനർജി അല്ല കണക്ട് ആവുന്നത്. എന്നാൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളുമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വ്യക്തി ഇപ്പൊ ഈ ഒരു സമയത്ത് എല്ലാം നിങ്ങളിലേക്ക് റിവീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നിമിഷമായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവർ നിങ്ങളോട് തുറന്നു പറയാനും ആഗ്രഹിക്കുന്നത്. റിലേഷൻഷിപ്പിലെ റീയൂണിയൻ അല്ലെങ്കിൽ ആ ഒരു റീബർത്ത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് അവര്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസും കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മെയ് എന്നൊരു മന്ത്, എച്ച് എന്നൊരു ലെറ്റർ, രേവതി, 44, ബി എന്നൊരു ലെറ്റർ, ഫെബ്രുവരി മന്ത്, മെയ് മന്ത്, ഡി എന്നൊരു ലെറ്റർ, 1972, എൻ എന്നൊരു ലെറ്റർ, എസ്, കൊല്ലം, വിർഗോ, ട്രിവാൻഡ്രം, ഡിസംബർ, വയനാട്, 38, 7 എന്നൊരു നമ്പർ, ഒ എന്നൊരു ലെറ്റർ, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കണ്ണൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ ഇതെല്ലാം വെച്ച് നിങ്ങൾ പ്രധാനമായിട്ടും കണക്ട് ചെയ്ത് നോക്കണം. ആ ഒരു രീതിയിൽ എല്ലാം വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ബന്ധത്തിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ടും നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.